നമ്മുടെ ജീവിതത്തിൽ അത് ബാധിച്ചിട്ടുണ്ട് എന്നാകണം. എങ്കിലും അൽഹംദുലില്ലാഹ് അല്ലാഹു നമ്മുടെ ഇരുത്തത്തെ കബൂലാക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പടച്ചവനോട് നമുക്കൊരു ലജ്ജ വേണം. അല്ലാഹ് എങ്ങനെ കഴിയുന്നു? അല്ലാഹ് തന്ന കണ്ണ്, ഒരു കണ്ണിന് എന്തെങ്കിലും അസ്വസ്ഥത വന്നാൽ, കേൾവിയുടെ പ്രോബ്ലം വന്നാൽ ഉടനെ നമ്മൾ പോകുന്നു കാതിന്റെ ഡോക്ടറെ, ഡോക്ടറെ കാണിക്കാൻ, പെട്ടെന്ന് ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ഓടുക. ആ നന്ദിയില്ലാത്ത മനുഷ്യൻ ആ കാത് കൊണ്ടല്ലേ വേണ്ടാത്തത് കേൾക്കുന്നത്? ആ നാല് കൊണ്ടല്ലേ നമ്മളിപ്പോ നമ്മുടെ മക്കൾക്ക് വയമ്പും അതിമധുരവും അതുപോലെ തന്നെ എല്ലാം നരച്ചു കലക്കി കൊടുക്കുകയാണ്. നല്ലതുപോലെ ശബ്ദം തിരിഞ്ഞു വരട്ടെ, നല്ല വാക്ചാതുര്യം വാക്സാമർഥ്യം വരട്ടെ എന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് കൊടുക്കുന്നു. ആ നാക്ക് കൊണ്ട് അന്ന പടച്ചോന് ഒരു സുബ്ഹാനല്ലാഹ് ചെല്ലാനുള്ള മടിയുള്ളവരെ മനുഷ്യരല്ല, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അവന് മൃഗതുല്യനാണെന്ന് പഠിപ്പിച്ചത് ഉലമാകളാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഒന്നാമത് റബ്ബിനോട് നമ്മൾ കാണിക്കേണ്ട ലജ്ജ തലയുമായി ബന്ധപ്പെട്ടതൊക്കെ സൂക്ഷിക്കാം. ഇത് രണ്ട് അല്പം കൂടെ താഴോട്ട് അവന് രണ്ടാമത് പറയുകയാണ്, നിന്റെ വയറുമായി ബന്ധപ്പെട്ട് നീ അല്ലാഹനെ സൂക്ഷിക്കണേ പൊന്നുമോനെ. നിന്റെ പള്ളയിൽ ഹറാമായ ഒരു ഭക്ഷണം കിടക്കാൻ പാടില്ല. അല്ലാഹു നിനക്ക് തന്ന അനുഗ്രഹങ്ങളാവോളം ആസ്വദിക്കുമ്പോൾ, സൗരഭ്യം ഒരുപാട് നൽകുമ്പോൾ, സൗന്ദര്യം ഒരുപാട് ആസ്വദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ വയറിലോട്ട് പള്ളയിലേക്ക് ഹറാമായ ഭക്ഷണം കിടക്കാൻ പാടില്ല. നിങ്ങൾ കഴിയുമോ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ലോകത്തെ മോഹിനികളെ വിളിച്ചുകൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ട്. ലോകം മുഴുവനും മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പലതും പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹർ റസൂൽ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞ് അല്ലാഹു സംസാരിച്ചിട്ടുണ്ട്. യാ അയ്യുഹൻ നാസ് പൊതുജനങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രവാചകന്മാരെന്ന് പറഞ്ഞ് വിളിച്ചാൽ അത് പ്രവാചകന്മാരുടെ അഭിസംബോധനയാണ്. എന്ന് പറഞ്ഞാൽ ഈമാനുള്ളവർക്ക് മാത്രം ബാധകമായ വിഷയങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തോട് മുഴുവനും മനുഷ്യരെ കൊണ്ട് ഖുർആനിന്റെ സന്ദേശമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിക്കും. നമ്മൾ പറയും ഖുർആൻ മുറുകെ പിടിക്കുന്നവരാ. മുറുകെ പിടിക്കേണ്ട നോക്കി വായിച്ചു പഠിക്കാം. ഖുർആൻ പഠിക്കുന്നവരായി നമ്മൾ മാറണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആനില് അംബിയാ മുർസലീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പലരും സംസാരിച്ചിട്ടുണ്ട്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പലരും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മൂന്ന് വിഭാഗത്തെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞ വളരെ വിരളമായ കാര്യങ്ങളിൽ ഒന്നാണ് ഏത്? വയറിനെ സൂക്ഷിക്കുന്ന കാര്യം. അമ്പിയാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അതേ ശൈലിയിൽ അല്ലാഹു മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അതേ ശൈലിയിൽ അല്ലാഹു പൊതുജനങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്ലാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹർ റസൂലു ഖുലൂ മിന ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. മഹാന്മാരായ അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാ, യാ അയ്യുഹർ റസൂലു ഖുലൂ മിന ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. അല്ലയോ പ്രവാചകന്മാര്, നിങ്ങളും നല്ലതാകെ കഴിക്കാൻ പാടുന്നു. നിങ്ങൾ കഴിക്കുന്നത് ഹലാലാകണേ. നിങ്ങളുടെ വയറ് നിങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങൾ അനുവദിക്കപ്പെടാത്തതും നിങ്ങൾ കഴിക്കല്ലേ. വഅമലൂ സ്വാലിഹാ. നിങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണേ. ഇവിടെ ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞ വാക്കാണ്, നിങ്ങൾ നല്ലത് കഴിക്കണം, നല്ലത് ചെയ്യണമെന്ന് പറയുമ്പോ നല്ലത് ചെയ്യണോ, നല്ലത് കഴിച്ചേ മതിയാവുകയുള്ളൂ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകരുടെ സമയത്ത് ഒരു പാടുപെട്ട് കൊടുക്കുകയാ. വിഷമിക്കുന്ന സമയമാ, പട്ടിണിയിലും പരിവർത്തനത്തിന് പറഞ്ഞ സമയമാ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള വകയില്ലാതെ ആത്മരത്തിന്റെ കറുത്ത കായങ്ങൾ പറക്കിപ്പിക്കുന്ന സമയമുണ്ടായിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് അനാർത്തമായി കഴിയുന്ന സമയത്ത്, ആട്ടിൻപറ്റങ്ങളെ വെച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത്, ആത്മരത്തിന്റെ കറുത്ത കായങ്ങൾ പറക്കിപ്പിന്നുകൊണ്ട് കിടക്കുമ്പോ നാൽക്കാലുകൾ കാട്ടിക്കുമ്പോൾ ചരിത്രം രേഖപ്പെടുത്തുമ്പോഴോ പച്ചരിയും പച്ചവെള്ളവും കഴിച്ച് കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനാരോ കുറച്ചു പാല് കൊണ്ട് കൊടുക്കുകയാ. കുടിക്കാൻ കുറച്ച് പാല് കിട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഉമ്മ
പറയുന്ന കഥയാണ് പ്രിയപ്പെട്ടവരെ. ആരോ കുറച്ച് പാല് കൊണ്ട് കൊടുത്തു. ആ സമയത്ത് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഈ പാല് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ആ സമയത്ത് സഹാബത്ത് പറഞ്ഞു, ഇന്ന ആട്ടിൽ നിന്നാണ്. ആ ആടി എവിടെ ഉള്ളതാണ്? അത് ഇന്ന വീട്ടിലുള്ളതാണ്. അത് എവിടെയൊക്കെ മേല് നടന്നിട്ടുണ്ട്, അത് ഇന്ന സ്ഥലത്തൊക്കെ മേല് നടന്നിട്ടുണ്ട്. ഇതെല്ലാം ചോദിച്ചിട്ടാണ് നബിതങ്ങളാ പാല് കുടിച്ചത്. വിഷമിക്കുന്ന സമയമല്ലേ, വിഷമിക്കുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോ പലദാഹം കൊണ്ട് വൈദാഹമടക്കാരും തുള്ളി വെള്ളമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് നബിതങ്ങളുടെ കയ്യിൽ ചൂട് പാല് കിട്ടുമ്പോൾ ഇതെവിടെ നിന്ന് കിട്ടിയതാ? ഇതേ നാട്ടിൽ നിന്നുള്ളതാ? ആരോട് വീട്ടിലുള്ളതാ? ആ വീടാരുടെ വീടാണ്. ആ വീട്ടിലെ ആട് എവിടെയൊക്കെ മേൽ നടന്നിട്ടുണ്ട്. ഇതെല്ലാം ചോദിച്ചിട്ടാണ് നബി കഴിച്ചിട്ടുള്ളത്. ആളുകൾ ചോദിച്ചു, നബിയെ വിഷമിക്കുകയല്ലേ, രാഗിച്ചിരിക്കുകയല്ലേ, കഴിച്ചൂടെ? ആ സമയത്താണ് നിമിതങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ അമ്പിയാ മുർസലീങ്ങള് നല്ലതല്ലാതെ കഴിക്കല്ലേ അല്ല ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ അറിയുമോ, അല്ലാഹുവിന്റെ റസൂൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയല്ല, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന 1500 എങ്ങോട്ട് നരേന്ദ്രമോദി പിൻവലിച്ചപ്പോ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുടെ നെട്ടോട്ടത്തിലാണ്, ജനജീവിതം മുഴുവൻ സ്തംഭനത്തിലാണ്. ആ സമയത്ത് നമ്മുടെ വീട്ടിലും പട്ടിണി കിടക്കുന്നില്ലല്ലോ. നമുക്ക് ഭക്ഷണമില്ലാത്തതിന്റെ പേരില് ഞാനും ഞങ്ങളും അയൽവക്കത്തെ വീട്ടിൽ നിന്ന് പലരും കഴിച്ചവരുണ്ടോ? ഉടുക്കാനോ ഇല്ലാഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്നും മാറി ഉടുത്തുകൊണ്ട് വന്നവരുണ്ടോ? ഇല്ലല്ലോ. അല്ലാഹു നമുക്ക് സൗഭാഗ്യം എത്രയാണ് പ്രിയപ്പെട്ടവര്. റസൂലുള്ളാഹിയുടെ ജീവിതമെടുത്ത് പരിശോധിച്ചു നോക്ക്. പട്ടിണി കിടക്കുകയാ, ഒരായിരത്തെ ഭക്ഷണമില്ല, ആഴ്ചകളോളം ദിവസങ്ങളോളം പട്ടിണി കിടക്കുകയാ. പറയുകയാ, ഒരു ദിവസം ഞാൻ റസൂലുള്ളാഹിയോടൊപ്പം ഒന്ന് കിടക്കാനൊരുങ്ങി. അങ്ങനെ രാത്രി ഞാൻ എന്റെ ഉറക്കത്തിലേക്ക് വഴി വീണപ്പോ, ഉറക്കത്തിലേക്ക് ഞാൻ വഴി വീഴുമ്പോ റസൂലുള്ളാഹി ഉറക്കം വരുന്നില്ല. നിബിധങ്ങൾ വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞു കിടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയടിച്ച് നബി കിടക്കുകയാ. നബിക്ക് ഉറക്കം വരുന്നില്ല. പറയുമ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, നബിയെ എന്റെ അങ്ങക്ക് ഉറക്കം വരാത്തത് വഴി വല്ലതും വന്നോ, എന്തെങ്കിലും സങ്കടം അങ്ങനെ കൊണ്ടോ ചോദിക്കുന്നു. നബിധങ്ങൾ പറയുമ്പോഴല്ല, ഇനി വലത്തു തമ്മിൽ സാധിത വീട് കിടക്കുന്നത് കണ്ടോ. വിശപ്പ് കൊണ്ട് ഞാൻ തന്നെ കഴിച്ചതാ, വിശപ്പ് കൊണ്ട് ഞാൻ തന്നെ കഴിച്ചുപോയി. പിന്നെയാണ് ഞാൻ ചിന്തിച്ചത്, സലാത്തിന്റെ മുതലുകളിൽപ്പെട്ട സദസ്സിന്റെ മുതലുകളിൽപ്പെട്ട ബൈബിൾമാനിന്റെ ഈത്തപ്പഴം അവിടെ ഇരിപ്പുണ്ടല്ലോ. ആ ഈത്തപ്പഴം അങ്ങാനം അതിലെപ്പെട്ടതങ്ങാനമായി പോയോ? എന്റെ കുടുംബത്തിലുള്ളതാണോ അതല്ല ബൈബിൾമാനുള്ളതാണോ എന്ന് ഞാൻ ആശങ്കയിലാണ്. ഞാൻ ശങ്കിച്ചു നിന്ന് പോയതാ. എനിക്കറിയില്ല ഏത് ഈത്തപ്പഴമാണ് ഞാൻ കഴിച്ചതെന്ന് പറയാൻ പറ്റുമോ? പിള്ളേ നിങ്ങൾക്ക് കഴിച്ചില്ലെന്ന് പറയാൻ പറ്റുമോ? പരിശ്രമം നിങ്ങളുടെ പണമയിൽ പോയില്ലെന്ന് പറയാൻ പറ്റുമോ? കള്ളക്കടത്തിന്റെ പൈസ പള്ളേ പോയിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? ലോട്ടറി എടുത്ത് അടിച്ച പൈസ നിങ്ങളുടെ പള്ളയിൽ പോയില്ലെന്ന് പറയാൻ പറ്റുമോ? മറ്റൊരുത്തരെ വേദനിപ്പിച്ചു കൊണ്ടുവന്ന ഭക്ഷണമാണ് പള്ളയിൽ ചെന്നത് നിങ്ങൾക്കല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് ലജ്ജനവുമില്ല. അതുകൊണ്ട് പണ്ഡിതന്മാരോട്, അള്ളാഹുവിന്റെ വടച്ചതമ്പുരാന്റെ പ്രവാചകന്മാരോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, നിങ്ങൾ നല്ലതേ ചെയ്യാവോ, നല്ലതേ ചെയ്യാവോ. ഇതേ കൽപ്പന അള്ളാഹു കൊടുത്ത മറ്റൊരു വിഭാഗമാണ് ലോകത്തുള്ള വിശ്വാസികൾ. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ചിലപ്പോൾ എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രമിക്കുന്ന സഹോദരിമാരോട് പറയുകയാ, ഈമാനുള്ള പെങ്ങളെ, ഈമാനുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു പറഞ്ഞതെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ ഖുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വശ്കുറൂ നിങ്ങൾ നല്ലത് മാത്രം തിന്നണേ, നിങ്ങൾ നല്ലത് മാത്രം കഴിക്കണേ, എന്നിട്ട് അല്ലാഹുവിനോട് നന്ദി കാണിക്കണേ, അല്ലാഹുവിനോട് നന്ദി നിങ്ങൾ കാണിക്കണേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ലോകത്തോളം മുഅ്മിനീങ്ങളോട് അല്ലാഹു പറയുകയാണ്.
അല്ല പറഞ്ഞു നിങ്ങൾ നല്ലതേ തിന്നാവൂ, നിങ്ങൾ നല്ല ഭക്ഷണമേ കഴിക്കാവൂ.